എന്താ ഉദ്ദേശിക്കുന്നത്? അവളെ കൊല്ലാനാണോ? ഏയ്, അതൊന്നുമല്ല. അവൾ ഇവിടുന്ന് പോണം എന്നേക്കുമായിട്ട്. അവളിവിടേക്ക് പിന്നെ വരാൻ പാടില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവൾ എങ്ങനെ പോവാനാ? അഗ്നിയേട്ടനായിട്ട് അവളെ പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവളായിട്ട് ഇവിടുന്ന് പോണം. അത് നടക്കുമെന്ന് ഇന്ന് അവളുടെ രീതികൾ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അവളുടെ അച്ഛൻ വിളിച്ചാൽ അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അച്ഛനെ അമ്മയേക്കാൾ വലുതൊന്നും അല്ലല്ലോ. കിട്ടിയ ഭർത്താവും പിഴച്ചു പറ്റിയൊരു കൊച്ചും. അവർ പുച്ഛത്തോടെ തൻ്റെ മകളോട് പറഞ്ഞു. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോകാനോ? അയാൾ ഇനി ഇവളെ കൊണ്ടുപോകാൻ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? വരും. നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞ. അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. എന്താ അമ്മയുടെ ഉദ്ദേശം? അവൾ സംശയത്തോട് ചോദിച്ചതും അവർ അവരുടെ മനസ്സിൽ കണക്ക് കൂട്ടിയത് അവളോട് പറഞ്ഞു. അത് കേട്ട് അവളും കുടിലമായി ചിരിച്ചു. കുഞ്ഞി എന്തിനാ ചെറിയമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ദേവ സ്ലാബിൻ്റെ പുറത്തിരിക്കുന്ന രുദ്രയെ നോക്കി ചോദിച്ചു. അവൾ സംശയത്തോടെ ദേവയെ നോക്കി. അങ്ങനെയൊന്നും ഇനി കുഞ്ഞി പറയരുത് കേട്ടോ. അവൾ പറഞ്ഞതും എന്തോ തെറ്റ് കാണിച്ചതുപോലെ രുദ്ര തലയാട്ടി. അമ്മ ആഹാരം തരട്ടെ കുഞ്ഞിക്ക്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ കച്ചോ? ഇല്ലല്ലോ, കുഞ്ഞ് കഴിച്ചിട്ട് അമ്മ കഴിച്ചോളാം കേട്ടോ. അവൾ സ്നേഹത്തോട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും തലയാട്ടി. ആതിര വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് വന്നതും കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന ദേവയാണ് കണ്ടത്. അവൾ മുൻപിലേക്ക് മുടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ ദേവയെ നോക്കിയതും എന്തോ കണ്ടതുപോലെ വെള്ളം മണ്ടയിൽ കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങി. എന്താ എന്താ ചേച്ചി? അവൾ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ആതിരയുടെ തലയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. ആതിരയാണെങ്കിൽ ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി മാറ്റി. നിന്റെ കഴുത്തിലെന്താ ചുവന്ന തിണർത്ത് കിടക്കുന്നേ? ആതിര അവളുടെ കഴുത്തിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, അവൾ കഴുത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് കയറിപ്പോയി. ദേവ മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് കഴുത്തിലേക്ക് വെച്ച് നോക്കി. ചുവന്ന തടിച്ചു കിടപ്പുണ്ടായിരുന്നു. അഗ്നി രാവിലെ കടിച്ചത് അവൾ ഓർത്തു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ മുടി മറുസൈഡിൽ നിന്ന് മാറ്റി ഇപ്പുറത്തേക്കിട്ടു. എൻ്റെ അമ്മ, ഒന്നുമില്ല കണ്ണാ, വാ നമുക്ക് കഴിക്കാം. അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും മായാത്തൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു. വൈകിട്ട് അഗ്നി നേരത്തെ വന്നിരുന്നു. വാ കുഞ്ഞി, അമ്മ ഒരുക്കാം. അവൾ കുഞ്ഞിനെ എടുത്ത് കട്ടിലിൻ്റെ മുകളിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. വെള്ളം കാണാൻ പോവാനോ അമ്മ? അതേലോ, വെള്ളം കാണാൻ പോവാ. ദേവ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവൾക്ക് ഫ്രോക്ക് ഇട്ട് കൊടുത്തു. മോള് വെള്ളത്തിൽ കച്ചും. വേണ്ട വേണ്ട, വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട. വെള്ളം കണ്ടാൽ മതി. വെള്ളത്തിലിറങ്ങിയാൽ നോക്കിക്കോ. അമ്മ മിണ്ടില്ല കുഞ്ഞിയോട്. അവൾ പേടിയോടെ പറഞ്ഞു. ഷോ, നല്ല രസം അമ്മ. മോള് സിനിമയിലൊക്കെ കണ്ടല്ലോ. മോൾ അമ്മയെ പിച്ചോളാം. വേണ്ട, അമ്മയ്ക്ക് പേടിയാ. കുഞ്ഞി അമ്മയുടെ കൈവിട്ട് എങ്ങും പോവരുത് കേട്ടോ. അങ്ങനെയാണെ അമ്മ വരില്ലേ? മോള് പോവില്ല. നല്ല മോളാ, എൻ്റെ ചക്കര കുഞ്ഞിയാ. അവൾ രുദ്രയെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രയെ ഇറക്കി താഴേക്ക് നിർത്തിയിട്ട് അവൾ മുടിയൊക്കെ കെട്ടി ഒരുങ്ങാൻ തുടങ്ങി. ദേവേട്ടത്തി, ഏട്ടത്തി. അച്ചു ഡോറിൽ തട്ടി വിളിച്ചതും അവൾ ചെന്ന് കതക് തുറന്നു. അമ്മേ, മോൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? ദേ അഗ്നേട്ടൻ വിളിക്കുന്നുണ്ട്. ദാ വരുവാ അച്ചു, നീ മോളെയും കൊണ്ട് നടന്നു. ഞാൻ ഇപ്പം വരാം. പിന്നെ ഏട്ടത്തി, ചേച്ചിയും കൂടി വരുന്നുണ്ട്. നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഏട്ടനോട് വന്ന് ചോദിച്ചു. ഏട്ടൻ പിന്നെ മറുത്തൊന്നും പറയില്ലല്ലോ. ഒരുങ്ങി നിൽപ്പുണ്ട്. ഏട്ടത്തിന്ന് സൂക്ഷിക്കണേ. അതിനെന്താ അച്ചു, ചേച്ചിക്ക് ആഗ്രഹം കാണില്ലേ? ചേച്ചി കൂടെ വന്നോട്ടെ. ദേവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ ഇവളെയും കൊണ്ട് പോവാട്ടോ. ഏട്ടത്തി പെട്ടെന്ന് വാ. അതും പറഞ്ഞുകൊണ്ട് അച്ചു താഴേക്കിറങ്ങി. അവളും മുടിയൊക്കെ കെട്ടി പുറകെ ഇറങ്ങി. ദേവ താഴെ ചെന്നപ്പോൾ എല്ലാവരും കാറിൽ കയറിയിരുന്നു. അവളും മുത്തശ്ശിയും ചെറിയമ്മയെ നോക്കി യാത്ര പറഞ്ഞിട്ട് നടന്നു. കുഞ്ഞി ആദ്യമേ കോ ഡ്രൈവർ സീറ്റിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവൾ കുഞ്ഞിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അവിടേക്ക് കയറി ഇരുന്നുകൊണ്ട് അഗ്നിയെ നോക്കി. അഗ്നി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചതിന് ശേഷം വണ്ടിയെടുത്തു. ആതിര അതൊക്കെ കണ്ട് ദേഷ്യം കയറി ഇരിക്കുകയായിരുന്നു. അവൾ മനസ്സിൽ പലതും കണക്കുകൂട്ടി. കുറച്ചു കഴിഞ്ഞതും അവർ ബീച്ചിൽ എത്തിച്ചേർന്നു. അവരെ അവിടെ ഇറക്കിയിട്ട് അഗ്നി വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അഗ്നി തിരികെ വന്നപ്പോൾ മണലിൽ രുദ്രയോടൊപ്പം ഇരിക്കുന്ന ദേവയാണ് കണ്ടത്. രുദ്രയുടെ കയ്യിൽ അവൾ ഓടിപ്പോകാതിരിക്കാൻ ദേവ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ആതിര മാറി ഒരു സൈഡിലിരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. അച്ചുവും രഞ്ജുവും വെള്ളത്തിൽ കളിക്കുകയാണ്. രുദ്രക്കുട്ടി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനാണോ വന്നത്? വാ, നമുക്ക് വെള്ളത്തിൽ കളിക്കാം. ദേ ചെറിയമ്മയും ചെറിയച്ഛനും വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടോ? അമ്മ പറഞ്ഞു വെള്ളത്തിൽ കച്ചണ്ടാന്ന്. ഇവിടെ ഇക്കാൻ പറഞ്ഞു. അവള് അഗ്നിയെ നോക്കി പറഞ്ഞു. അതെന്താ ദേവ? അത് എനിക്ക് പേടിയാ. കുഞ്ഞിനെ കൈവിട്ട് പോയാലോ? വേണ്ട, ഞങ്ങളിവിടെ ഇരുന്നോളാം. അതെങ്ങനെ ശരിയാവും ദേവ? ഇവിടെ വരെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ പോവാനോ? വന്നേ, ഞാനല്ലേ കൂടെയുള്ളത്. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു. അവൻ ഒരു കൈയിൽ രുദ്രയും മറുകൈയിൽ ദേവയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. കുഞ്ഞു കുഞ്ഞു തിരമാലകളിൽ അവൻ രുദ്രയെ താഴെ നിർത്തി. വലിയ തിരമാല വരുമ്പോൾ അവൻ കുഞ്ഞിനെ പൊക്കിയെടുത്തു. അവൾ കൈകൊട്ടി ചിരിച്ചു. ദേവ അഗ്നിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഓരോ തിരമാലയിലും കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു. ഓരോ തിരമാല കഴിയുമ്പോഴും അവൾ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതമാണെന്ന് അറിയുമ്പോൾ അവൾക്കും സമാധാനമാകും. രഞ്ജുവും അച്ചുവും ഓടി ക്ഷീണിച്ചിരുന്നു. അവർ മണലിലേക്ക് വന്നിരുന്നു കൊണ്ട് അഗ്നിയും ദേവയെ നോക്കിയിരുന്നു. രഞ്ജു ഫോണെടുത്ത് അവരുടെ ഫോട്ടോ ഫോണിൽ പകർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവളുടെ കണ്ണിൽ പകയാളി. ഒരവസരത്തിനായി അവൾ നോക്കിയിരുന്നു. നല്ല ചേർച്ചയാണല്ലേ ഏട്ടാ ദേവേട്ടത്തി ഏട്ടനും?
അതേടി, മെയ്ഡ് ഫോർ ഈച്ച് അതർ. രുദ്ര അവരുടെ മകളല്ലെന്ന് ആരും പറയില്ല. എന്ത് അത്ഭുതമാണല്ലേ ഇതൊക്കെ. ചാരു അവളെ ദേവേട്ടത്തിയെ ഏൽപ്പിച്ചു പോയതുപോലെയാണ് എനിക്ക് ചില സമയത്ത് തോന്നുന്നത്. ശരിയായിട്ടാ, എനിക്കും പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതും അഗ്നിയും ദേവയും രുദ്രയും കയറി വന്നിരുന്നു. അമ്മയും മോള് ക്ഷീണിച്ചോ? അച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മച്ചി പേടിയാന്ന്, രുദ്ര വിഷമത്തോടെ പറഞ്ഞു. അതെന്താ ദേവേട്ടത്തി, ഏട്ടനില്ലേ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? എനിക്കിതൊക്കെ പേടിയാ, അവൾ പേടിയോടെ വീണ്ടും പറഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലേ ഏട്ടത്തി, രഞ്ജു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. പേടി രുദ്രയെ ഓർത്തിട്ടാ, അല്ലാതെ ദേവയ്ക്കല്ല പേടി. അഗ്നി ചിരിച്ചു. അതെന്താ? ആവോ, മോള് വെള്ളത്തിൽ വീഴുമോ എന്നുള്ള പേടിയാ, അഗ്നി വീണ്ടും പറഞ്ഞു. ഏട്ടൻ അവളെ പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെതിനാ ഏട്ടത്തി പേടിക്കുന്നേ? അച്ചു ചോദിച്ചു. അറിയില്ല. അത് വിട്ടേക്ക് കുഞ്ഞി, നമുക്ക് പാർക്കിൽ കളിക്കാൻ പോകാം, അഗ്നി രുദ്രയെ നോക്കി ചോദിച്ചു. പോവാം, അവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി. അഗ്നി അവരെയും കൊണ്ട് പാർക്കിലേക്ക് നടന്നു. അവൻ കുഞ്ഞിനെ ഒരു റൈഡിലേക്ക് ഇരുത്തി. ദേവ, കുഞ്ഞിനെ നോക്കിക്കോ, ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ട് വരാം, അവൻ ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നിയും അച്ചുവും ഐസ്ക്രീം ഷോപ്പിലേക്ക് നടന്നു. രഞ്ജു ഏതോ ഫോൺ വന്നപ്പോൾ മാറിയിരുന്നു. അവൾ രുദ്രയെ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നു. അമ്മയും ബാ, അവൾ ദേവയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട കണ്ണാ, അമ്മ ഇവിടെ നിന്നോളാം, ഇത് കുഞ്ഞിക്ക് കളിക്കാനുള്ളതാ. ദേവ, നിന്നെ അഗ്നിയേട്ടൻ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആതിര അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി വിളിക്കുന്നേ? അറിയില്ല, എന്തോ ചോദിക്കാനാ. അവൾ കുഞ്ഞിനെ നോക്കി. മോളെ ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ആതിര പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അഗ്നി പോയ വഴിയെ നടന്നു. എന്നാൽ അവിടെയെങ്ങും അവൾ ആരെയും കണ്ടില്ല. അവൾ തിരികെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ രുദ്രയും കണ്ടിരുന്നില്ല. മോളെ, അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ചുറ്റിനും നോക്കി. കുറച്ച് മാറി ആതിര ഫോണും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചി, മോളെവിടെ? മോളോ? ഏത് മോള്? കെട്ടിയിട്ടൊരു മാസം പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് നിനക്ക് മോളുമായോ? അവൾ പുച്ഛത്തോട് ചോദിച്ചു. രുദ്ര, എൻ്റെ രുദ്ര എവിടെയാണെന്ന് അവളെ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു. നിൻ്റെ രുദ്രയോ? ഓ, അഗ്നിയേട്ടൻ്റെ അവിഹിത സന്തതി. അവളെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ? ചേച്ചി ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. എന്നെ ഏൽപ്പിച്ചിട്ടോ? എപ്പോൾ? ചേച്ചീൻ്റെ മോൾ എവിടെയെന്ന്? നിൻ്റെ മോള് ചത്തു. ആതിര അത് പറഞ്ഞതും ദേവ അവളെ ആഞ്ഞടിച്ചു. ഇനിയൊരു അക്ഷരം എൻ്റെ കുഞ്ഞിനെപ്പറ്റി പറഞ്ഞാൽ, അവൾ ദേഷ്യത്തോടെ കൈ ചൂണ്ടി പറഞ്ഞു. ആളുകളെല്ലാം അവർക്ക് ചുറ്റും കൂടി. അവൾ നിലത്തേക്കിരുന്നു. രുദ്ര, അവൾ ഉറക്കി നിലവിളിച്ചു. ദേവ, പുറകിൽ നിന്നും അവൻ വിളിച്ചതും അവൾ ഞെട്ടി. പിന്നെ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ദേവ, എന്താ? രുദ്ര എവിടെ ദേവ? ദത്തേട്ടാ, നമ്മുടെ മോളെ കാണുന്നില്ല ഏട്ടാ, എൻ്റെ കുഞ്ഞ്. അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദേവ, രുദ്ര എവിടെ? എന്താ സംഭവിച്ച ദേവ, പറ. അവൻ അവളെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ ഏങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ചുവും അഗ്നിയും ആതിരയെ ദേഷ്യത്തോടെ നോക്കി. ഇവള് കള്ളം പറയായേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവളോട്. ഇവള് തന്നെ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കാണും. നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവൾ ബാധ്യതയാകുമെന്ന് കരുതി ഇവള് കൊണ്ട് കളഞ്ഞതായിരിക്കും. ആതിര പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. ഇല്ല, ഞാനല്ല ഏട്ടാ, എൻ്റെ മോള്, എനിക്കെൻ്റെ മോളെ കൊണ്ടുത്താ, എൻ്റെ മോള്, അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ദേവ ദേ, എന്നെ നോക്ക് ദേവ. നീ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാനല്ല എൻ്റെ മോളെ, അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് വീണിരുന്നു.